Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സി ഡി കമാൻഡിനെ കുറിച്ചിട്ടാണ്. സി ഡി കമാൻഡ് പറഞ്ഞാൽ ഡയറക്ടറി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി ഡി കമാൻഡ് യൂസ് ചെയ്യുക. നമ്മളൊരു ടെർമിനൽ ഓപ്പൺ ആക്കി വരിക. ടെർമിനൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ട് യൂസർ ഹോം ഡയറക്ടറിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അത് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ PWD കമാൻഡ് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ എവിടെയാണ് കിടക്കുന്നത്? ഹോം വിനായക് PG, അതായത് ഹോം യൂസർ ഡയറക്ടറിയിൽ. As soon as we open a terminal, we are taken to the user home directory. User home directory ആണ് നമ്മൾ ഉണ്ടാവുക. അതായത് ടെർമിനൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മുടെ ഡയറക്ടറി ട്രീയില് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഡയറക്ടറി പറഞ്ഞാൽ ആരാന്ന് അറിയോ? റൂട്ട് ഡയറക്ടറിയാണ്. റൂട്ട് ഡയറക്ടറിക്ക് താഴെയാണ് ബാക്കിയുള്ള എല്ലാ ഡയറക്ടറി. റൂട്ട് ഡയറക്ടറിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതിന് താഴെയാണ് ഹോം ഡയറക്ടറി. അതിന് താഴെ നമ്മുടെ യൂസർ ഡയറക്ടറി. ഈ യൂസർ ഡയറക്ടറിയുടെ താഴെ നമ്മൾ വല്ല ഫോൾഡേഴ്സ് ഡയറക്ടറീസും ഫയൽസും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് താഴെ ആയിരിക്കും ഉണ്ടായിരിക്കും. വിനായക് PG എന്ന ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ LS കമാൻഡ് ടൈപ്പ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുക. ഇപ്പൊ വിനായക് PGയിൽ എനിക്കിപ്പോ യൂട്യൂബ് എന്ന ഡയറക്ടറിയിൽ C പ്രോഗ്രാം പറഞ്ഞിട്ട് വേറൊരു ഡയറക്ടറി ഉണ്ട്. അതായത് ഫോൾഡർ പോലെ ഡയറക്ടറി ഉണ്ട്. ആ ഡയറക്ടറി നമുക്ക് ഓപ്പൺ ആക്കണമെങ്കിൽ, അതായത് വിനായക് PGയിൽ നിന്ന് നേരിട്ട് എനിക്ക് C പ്രോഗ്രാം എന്ന ഡയറക്ടറി ഓപ്പൺ ആക്കണം. അതിനുള്ള കമാൻഡ് എങ്ങനെ യൂസ് ചെയ്യുക? നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് അതായത് എനിക്ക് ഇപ്പോഴുള്ള വർക്കിംഗ് ഡയറക്ടറി പറഞ്ഞാൽ PWD ടൈപ്പ് ചെയ്ത ഹോം വിനായക് PG. ഈ ഹോം വിനായക് PG നിന്ന് ആദ്യക്ക് വിനായക് PGയിലുള്ള ഫോൾഡറായ യൂട്യൂബ് ഓപ്പൺ ആക്കണം. അതായത് യൂട്യൂബ് ഓപ്പൺ ആക്കിയതിനു ശേഷം യൂട്യൂബിന്റെ അകത്തുള്ള C പ്രോഗ്രാം എന്ന ഡയറക്ടറി ഓപ്പൺ ആക്കണം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് CD കമാൻഡ് ആദ്യം ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെ പാത്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് രണ്ട് രീതിയിൽ പാത്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് യൂട്യൂബിന്റെ അകത്തുള്ള C പ്രോഗ്രാം എന്ന ഡയറക്ടറി ഓപ്പൺ ആക്കാൻ പറ്റും. അതായത് ഒന്ന് റിലേറ്റീവ് പാത്ത്, ഒന്ന് അബ്സല്യൂട്ട് പാത്ത്. അബ്സല്യൂട്ട് പാത്ത് പറഞ്ഞാൽ റൂട്ട് ഡയറക്ടറി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു, റൂട്ട് ഡയറക്ടറി നിന്നാണ് നമ്മൾ പാത്ത് ടൈപ്പ് ചെയ്യുക. അതായത് എനിക്കിപ്പോ ഏതൊരു ഫോൾഡർ ടൈപ്പ് ചെയ്യണമെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. റൂട്ട് ഡയറക്ടറി, അതിൽ നിന്ന് ഈ ഫോൾഡർ, ഈ ഡയറക്ടറി അങ്ങനെ നമ്മൾ പാത്ത് എഴുതും. അതാണ് റൂട്ട് ഡയറക്ടറി. അതായത് ഞാൻ ഇപ്പൊ കറന്റിൽ നിൽക്കുന്ന ഡയറക്ടറി വിനായക് PG എന്ന ഡയറക്ടറിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഞാൻ റൂട്ട് ഡയറക്ടറി എന്നാണ് പാത്ത് എഴുതുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് അബ്സല്യൂട്ട് പാത്ത്. അപ്പൊ ജസ്റ്റ് ആദ്യം റൂട്ട് ഡയറക്ടറിക്ക് പോയി. അതിനുശേഷം ഹോം ഡയറക്ടറി ഓപ്പൺ ആക്കി. അതിനുശേഷം വിനായക് PG എന്ന ഡയറക്ടറി ഓപ്പൺ ആക്കി. അതിനുശേഷം യൂട്യൂബ് എന്ന ഡയറക്ടറി ഓപ്പൺ ആക്കി. അതിനുശേഷം C പ്രോഗ്രാം എന്ന ഡയറക്ടറി ഓപ്പൺ ആക്കി. ജസ്റ്റ് എന്റർ അടിച്ചു. ഇപ്പൊ ഉള്ള ഡയറക്ടറി ഏതാ? PWD ടൈപ്പ് ചെയ്ത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹോമില് വിനായക് PG, യൂട്യൂബ്, C പ്രോഗ്രാം എന്ന ഡയറക്ടറിക്ക് എത്തി. ഞാൻ C പ്രോഗ്രാം എന്ന ഡയറക്ടറിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ LS കമാൻഡ് ടൈപ്പ് ചെയ്തിട്ട് എന്റർ അടിച്ചാൽ മതി. C പ്രോഗ്രാം എന്ന ഡയറക്ടറിയിൽ program.c പറഞ്ഞിട്ട് ഒറ്റ ഫയലല്ലോ. അത് വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ കണ്ട C പ്രോഗ്രാം എന്ന ഫയൽ ഡയറക്ടറിയിൽ program.c പറഞ്ഞിട്ട് ഒറ്റ ഫയലല്ലോ. ഇപ്പൊ ഞാൻ എവിടെ കിടക്കുന്നത്? program.c. എനിക്ക് വീണ്ടും റിട്ടേൺ ഇങ്ങോട്ട് തന്നെ പോകണം. അതായത് വീണ്ടും റിട്ടേൺ എനിക്ക് എങ്ങോട്ട് പോകണം? വിനായക് PG എന്ന ഫോൾഡറിലേക്ക് തന്നെ പോകണമെങ്കിൽ എന്താ ചെയ്യുക? CD ടൈപ്പ് ചെയ്യുക. അവിടെ നമുക്ക് ഇപ്പൊ ഹയർ ഡയറക്ടറിക്കാണ് എനിക്ക് പോകേണ്ടത്. അതായത് program.cയിൽ നിന്ന് എനിക്ക് പുറകോട്ട്, അതായത് ഹയർ ഡയറക്ടറി, നമ്മുടെ ഡയറക്ടറി റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇങ്ങോട്ട് പോകുന്നതോറും ലോവറിലേക്ക് പോകണം. എനിക്കിപ്പോ ഹയർ ഡയറക്ടറിക്കാണ് പോകണമെങ്കിൽ എപ്പോഴും നമ്മൾ പാത്ത് തന്നെ വരച്ചു കൊടുക്കണം. അതായത് നമ്മൾ റൂട്ട് ഡയറക്ടറിനെ സ്റ്റാർട്ട് ചെയ്യണം. ലോവറിക്ക് പോകുമ്പോൾ നമുക്ക് അബ്സല്യൂട്ട് പാത്തും യൂസ് ചെയ്യാൻ പറ്റും, റിലേറ്റീവ് പാത്തും യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഹയർ ഡയറക്ടറിക്കാണ് പോകണമെങ്കിൽ അബ്സല്യൂട്ട് പാത്തിനെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് എനിക്കിനിപ്പോ വിനായക് PG എന്ന ഫോൾഡറിലേക്ക് പോകണമെങ്കിൽ നമ്മൾ റൂട്ട് ഡയറക്ടറി തന്നെ സ്റ്റാർട്ട് ചെയ്യണം. CD ടൈപ്പ് ചെയ്തു. അതിനുശേഷം റൂട്ട് ഡയറക്ടറിക്ക് പോയി, അതിൽ ഹോമിലേക്ക് പോയി, അതിൽ വിനായക് PGയിലേക്ക് പോയി, ജസ്റ്റ് എന്റർ അടിച്ചു. ഇനി വിനായക് PGയുടെ ഫോൾഡർ എന്തൊക്കെ ഉണ്ട് മനസ്സിലാവണമെങ്കിൽ LS ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിനായക് PGയിലുള്ള ഡയറക്ടറീസും ഫയൽസും ഒക്കെ നമുക്ക് കിട്ടും. ഇപ്പൊ ഞാൻ ഉള്ള ഡയറക്ടറി ഏതാണ്? PWD ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹോമില് വിനായക് PG. ഈ വിനായക് PGയിൽ നിന്ന് ഞാൻ നേരത്തെ CD കമാൻഡ് യൂസ് ചെയ്തിട്ട് C പ്രോഗ്രാമിലേക്ക് എത്താൻ ഇവിടെ കൊടുത്ത ഈ ഒരു പാത്തിനെ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് പാത്ത്. ഇങ്ങനെ അബ്സല്യൂട്ട് പാത്തിന് പകരം നമുക്ക് PWD, നമ്മളിപ്പോ നിൽക്കുന്ന ഡയറക്ടറി ഏതാ, ആ ഡയറക്ടറിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ട് ആയിട്ട് നമുക്ക് പാത്ത് കൊടുക്കാൻ പറ്റും. വിനായക് PGയിലുള്ള ഫയൽസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ LS എന്ന് കിട്ടും. അപ്പൊ വിനായക് PGയിൽ നിന്നാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. അപ്പൊ CD ആദ്യക്ക് വിനായക് PGയിൽ നമ്മൾ യൂട്യൂബ് ആണ് ഓപ്പൺ ആക്കുന്നത്. അപ്പൊ യൂട്യൂബ് ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് ഹൈഫണോ സ്ലാഷ് വരും. അതിനുശേഷം എനിക്ക് C പ്രോഗ്രാം ആണ് ഓപ്പൺ ആക്കുന്നത്. അപ്പൊ അടുത്ത ഡയറക്ടറിയുടെ പേര് ടൈപ്പ് ചെയ്യുക, എന്റർ അടിക്കുക. കണ്ടാ ഇപ്പോഴും PWD ടൈപ്പ് ചെയ്ത് എന്താ കിട്ടുക? ഹോമില് വിനായക് PG, യൂട്യൂബ്, C പ്രോഗ്രാം കിട്ടി. ഇവിടെ ഞാൻ കൊടുത്ത ഭാഗത്ത് നിന്നിട്ടാ CD കഴിഞ്ഞിട്ട് യൂട്യൂബ്. ആദ്യക്ക് നമ്മൾ വിനായക് PGയിൽ എടുക്കുന്നത് LSല് വിനായക് PGയിൽ യൂട്യൂബ് ഓപ്പൺ ആക്കി. യൂട്യൂബ് എന്ന ഡയറക്ടറി ഓപ്പൺ ആക്കി. അതിനുശേഷം C പ്രോഗ്രാം എന്ന ഡയറക്ടറി ഓപ്പൺ ആക്കി. ഇവിടെ കൊടുത്ത ഭാഗത്താണ് റിലേറ്റീവ് പാത്ത്.
ഈ പാത്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഡയറക്ടറിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതായത് ഞാൻ സി ഡി ടൈപ്പ് ചെയ്തതിനു ശേഷം ഞാൻ ഇപ്പോൾ ഹോം ഡയറക്ടറിക്കാണ് പോകുന്നതായിരിക്കും. ഹോം ഡയറക്ടറിക്ക് പോകണമെങ്കിൽ ജസ്റ്റ് സി ഡി ടൈപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് സി ഡി ടൈപ്പ് ചെയ്താലും ഹോം ഡയറക്ടറിക്ക് പോകും. കണ്ട, സി ഡി ടൈപ്പ് ചെയ്തപ്പോൾ ഹോം ഡയറക്ടറിക്ക് പോയുള്ളൂ. അത് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഹോം ഡയറക്ടറിയിൽ യൂസ് ഡയറക്ടറിക്കാണ് പോയിട്ടുണ്ടാവുക. അതായത് ഹോം PWD ടൈപ്പ് ചെയ്യുക. കണ്ട, ഹോം ഡയറക്ടറി അല്ല, ഹോമിൽ വിനായകി വിജിക്കാണ് പോയുള്ളത്. ഹോം ഡയറക്ടറിക്ക് പോകണമെങ്കിൽ സി ഡി ടൈപ്പ് ചെയ്യുക, അതിനുശേഷം റൂട്ട് ഡയറക്ടറി ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഹോം ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം PWD ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹോം ഡയറക്ടറിയിലാണ് പോയിട്ടുള്ളത്. ഇനി ഹോമിൽ നിന്ന് എനിക്ക് യൂട്യൂബിലേക്ക് പോകണമെന്ന് വിചാരിക്കുക. ഹോമിൽ നിന്ന് യൂട്യൂബിലേക്ക് പോകണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഞാൻ ആദ്യം റിലേറ്റീവ് പാത്ത് എങ്ങനെ ചെയ്യാൻ നോക്കി നോക്കാം. റിലേറ്റീവ് പാത്ത് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഹോമിലാണ് കിടക്കുന്നത്. ഈ ഹോമിലുള്ള കണ്ടന്റ്സ് ആദ്യം അറിയാൻ വേണ്ടി LS ടൈപ്പ് ചെയ്തു. ഹോമിൽ ഏത് ഡയറക്ടറി ഉള്ളത്? വിനായകി വിജി മാത്രമല്ലോ. അപ്പൊ നമ്മള് CD ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഹോമിൽ നിന്ന് നമുക്ക് എങ്ങനെ പോകേണ്ടത്? ഹോമിൽ നിന്ന് പോകുമ്പോൾ വിനായകി വിജി, അതിനുശേഷം യൂട്യൂബ്, അതിനുശേഷം C പ്രോഗ്രാം. അപ്പൊ CD ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇപ്പൊ ഹോം ഡയറക്ടറിയിലാണ് നമ്മൾ ഉള്ളത്. ഡയറക്ടറി മനസ്സിലാക്കണമെങ്കിൽ PWD ടൈപ്പ് ചെയ്താൽ മതി. ഹോം ഡയറക്ടറിയുള്ള ഡയറക്ടറി ആദ്യം വിനായകി വിജിയിലേക്ക് പോകണം. വിനായകി വിജിയിലേക്ക് പോയി. അതിനുശേഷം യൂട്യൂബ് എന്ന ഡയറക്ടറിക്ക് പോയി. അതിനുശേഷം C പ്രോഗ്രാം എന്ന ഡയറക്ടറിക്ക് പോയി. ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ കണ്ട, ഇതാണ് റിലേറ്റീവ് പാത്ത്. ഇനി ഞാൻ വീണ്ടും ഹോം ഡയറക്ടറിക്ക് പോകണമെങ്കിൽ എന്താ ചെയ്യുക? CD ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് റൂട്ട് ഡയറക്ടറിക്ക് പോവുക, അതിനുശേഷം ഹോം ഡയറക്ടറിക്ക് പോവുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. ഹോം ഡയറക്ടറിക്ക് എത്തി. PWD ടൈപ്പ് ചെയ്ത ഹോം ഡയറക്ടറിക്ക് എത്തി. ഇനി എനിക്ക് ഹോമിൽ നിന്ന് C പ്രോഗ്രാം എടുത്ത് ഇവിടെ റിലേറ്റീവ് പാത്ത് യൂസ് ചെയ്തിട്ടാ. റിലേറ്റീവ് പാത്തിന് പകരം നമുക്ക് അബ്സല്യൂട്ട് പാത്ത് യൂസ് ചെയ്യാം. അബ്സല്യൂട്ട് പാത്ത് ആകുമ്പോൾ റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അതായത് റൂട്ട് ഡയറക്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. റൂട്ടിൽ നിന്ന് പിന്നെ ഹോമിലേക്ക് പോയി, പിന്നെ വിനായകി വിജി, പിന്നെ യൂട്യൂബ്, പിന്നെ C പ്രോഗ്രാം. അപ്പൊ റൂട്ടിൽ നിന്ന് നമ്മൾ പാത്ത് എഴുതാണെങ്കിൽ അതിനെ അബ്സല്യൂട്ട് പാത്ത് എന്ന് പറയും. നമ്മളിപ്പോ നിൽക്കുന്ന പൊസിഷൻ, നമ്മളിപ്പോ നിൽക്കുന്നത്, അതായത് PWD വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുക ആദ്യം. ആ പൊസിഷൻ വെച്ചിട്ട് നമ്മൾ ഡയറക്ടറി എഴുതും. ആ പൊസിഷൻ വെച്ചിട്ട് നമ്മൾ പാത്ത് എഴുതും. നമുക്ക് ഏത് ഡയറക്ടറിക്കാണോ വേണ്ടത്. അതായത് ഇപ്പൊ നിൽക്കുന്നത് ഹോമിലാണ്. ഹോമിൽ ആദ്യം നമ്മൾ വിനായകി വിജി ഓപ്പൺ ആക്കുക, പിന്നെ യൂട്യൂബ് ഓൺ ആക്കുക, പിന്നെ C പ്രോഗ്രാം ഓൺ ആക്കുക. അപ്പൊ നമ്മൾ റിലേറ്റീവ് പാത്ത് നമ്മൾ PWD ഡയറക്ടറിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ PWD ടൈപ്പ് ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പൊ അവിടെ കിടക്കുന്നത് C പ്രോഗ്രാമിൽ കിടക്കുന്നത്. എനിക്ക് യൂട്യൂബിലേക്ക് എന്താ വിനായകി വിജി എന്ന ഫോൾഡറിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് CD ടൈപ്പ് ചെയ്താൽ മതി. അതായത് യൂസർ ഹോം ഡയറക്ടറിക്ക് പോകണമെങ്കിൽ CD ടൈപ്പ് ചെയ്താൽ മതി. PWD ജസ്റ്റ് വിനായകി വിജി ടൈപ്പ് ചെയ്ത് വിനായകി വിജി. ഇനി LS ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് എന്ന ഫോൾഡറിലേക്ക് എത്തി. ഇനി ഞാൻ CD കമന്റ് ടൈപ്പ് ചെയ്തു. CD കമന്റ് ടൈപ്പ് ചെയ്തിട്ട് എന്താ ഡയറക്ടറി എനിക്ക് C പ്രോഗ്രാം ടൈപ്പ് ചെയ്തിരിക്കുക. C പ്രോഗ്രാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? എററാണ് കിട്ടുന്നത്. നോ സച്ച് ഫയൽ ഓർ ഡയറക്ടറി. അതായത് വിനായകി വിജി എന്ന ഫോൾഡറിൽ C പ്രോഗ്രാം ഇല്ല. ആക്ച്വലി അത് എവിടെ കിടക്കുന്നത്? യൂട്യൂബിലാണ് C പ്രോഗ്രാം കിടക്കുന്നത്. അപ്പൊ നമ്മള് ഡയറക്ടറിൽ നിന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ആദ്യം വിനായകി വിജി എന്ന് ടൈപ്പ് ചെയ്യണം. CD വിനായകി വിജി നിന്ന് യൂട്യൂബിലേക്ക് ആദ്യം പോകണം. ഡയറക്റ്റ് നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ആദ്യം നമ്മൾ കറന്റ് വർക്കിംഗ് ഡയറക്ടറി ചെക്ക് ചെയ്യുക. PWD വിനായകി വിജിയിലാണ് കിടക്കുന്നത്. LS ടൈപ്പ് ചെയ്യുക, യൂട്യൂബ്. അപ്പൊ ആദ്യം യൂട്യൂബ് പോയതിനു ശേഷം മാത്രമേ C പ്രോഗ്രാമിക്ക് പറ്റുള്ളൂ. ഡയറക്റ്റ് C പ്രോഗ്രാം ടൈപ്പ് ചെയ്താൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ CD ടൈപ്പ് ചെയ്യുക, അതിനുശേഷം യൂട്യൂബ് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം C പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക. അപ്പൊ എൻ്റർ അടിക്കുക. ഇപ്പൊ കണ്ട, ഇപ്പൊ കറക്റ്റ് PWD ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡയറക്ടറിൽ എത്തി നമുക്ക് മനസ്സിലാവും. ഹോമില് വിനായകി വിജി, യൂട്യൂബ്, C പ്രോഗ്രാംസ്. ഇതാണ് രണ്ട് ടൈപ്പുള്ള പാത്ത്. ഇത് വാട്ട് ഈസ് എ പാത്ത്? എ പാത്ത് ഈസ് ദി ലൊക്കേഷൻ ഓഫ് എ ഫയൽ ഓർ ഡയറക്ടറി ഇൻ ദി ലിനക്സ് ഫയൽ സിസ്റ്റം. അതായത് ഒരു ഫയലിന്റെയോ ഡയറക്ടറിയുടെയോ ലൊക്കേഷൻ, അത് എവിടെയാണോ കിടക്കുന്നത് അതിനാണ് പാത്ത് എന്ന് പറയുക. Path shows how to reach a file within the directory tree. Directory tree start ആവുക ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഉള്ള ഡയറക്ടറി പറഞ്ഞാൽ റൂട്ട് ആണ്. അതിൽ നിന്ന് താഴേക്ക് നമ്മുടെ ഡയറക്ടറി ട്രീ പോകും. അതാണ് പാത്ത്. ഇറ്റ് ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം എ റെഫറൻസ് പോയിന്റ്. പാത്ത് ഓൾവേസ് എ റെഫറൻസ് പോയിന്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും. ഒന്നെങ്കിൽ എപ്പോഴും നമ്മൾ റൂട്ട് ഡയറക്ടറിൽ നിന്ന് എഴുതുക, അതാണ് അബ്സല്യൂട്ട് പാത്ത്. അല്ലെങ്കിൽ നമ്മൾ PWD വെച്ചിട്ട് നമ്മൾ ഇപ്പൊ ഓൾറെഡി ഏത് ഡയറക്ടറിയിലാണ് നിൽക്കുന്നത്. അതായത് നമ്മളിപ്പോ കിടക്കുന്ന ഡയറക്ടറി യൂട്യൂബ് എന്നാണ്. ഇപ്പൊ കിടക്കുന്ന ഡയറക്ടറി നമ്മൾ വിനായകി വിജിയാണ്. ഇപ്പൊ കിടക്കുന്ന ഡയറക്ടറി ഹോമിലേക്ക് പോകും. ഈ വീണ്ടും യൂട്യൂബ് നോക്കിയാൽ ഇപ്പൊ ഡയറക്ടറി ഏതാണോ അപ്പൊ അത് അവിടെ നിന്ന് നമ്മൾ ഇനി പാത്ത് എഴുതും. ഇവിടെ ഒരു ഫോൾഡർ ഇപ്പൊ C പ്രോഗ്രാം കിട്ടണമെങ്കിൽ ഇപ്പൊ അങ്ങനെ ഇപ്പൊ നിൽക്കുന്ന ഡയറക്ടറി, അതായത് PWD വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ നിന്നുള്ള പാത്ത് എഴുതുക. PWD വെച്ചിട്ട് ചെക്ക് ചെയ്തതിനു ശേഷം അവിടെ നിന്നുള്ള പാത്ത് നമ്മൾ എഴുതും. CD യൂട്യൂബ് വെച്ചിട്ട് എന്താ അബ്സല്യൂട്ട് ഡയറക്ടറി പറഞ്ഞാൽ നമ്മൾ റൂട്ട് ലെവലിൽ നിന്നാണ് എഴുതുക. റൂട്ട് ലെവലിൽ നിന്ന് എഴുതുന്ന ഡയറക്ടറി ആ ഒരു പാത്തിന് പറയുന്നവരാണ് അബ്സല്യൂട്ട് പാത്ത്. ബാക്കിയുള്ളതൊക്കെ CD വെച്ചിട്ട് യൂട്യൂബ്, C പ്രോഗ്രാംസ്,
റിലേറ്റീവ് പാത്ത് നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഒരു ഫോൾഡർ ആദ്യം ഇവിടെ ഉണ്ടോ ചെക്ക് ചെയ്യണം. അതായത് LS വെച്ച് ചെക്ക് ചെയ്യുക. LS വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഈ യൂട്യൂബ് കൊണ്ടുള്ള ഫോൾഡർ ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതല്ലാണ്ട് യൂട്യൂബ് കൊടുക്കാണ്ട് CD പ്രോഗ്രാംസ് കൊടുത്താൽ നമുക്ക് എറർ കിട്ടും. കണ്ട CD പ്രോഗ്രാം കൊടുത്തപ്പോൾ നോ സച്ച് ഫയലോ ഡയറക്ടറി ആണ് കിട്ടും. അപ്പൊ ഐദർ ദി റൂട്ട് ഓർ യുവർ കറന്റ് വർക്കിംഗ് ഡയറക്ടറി. കറന്റ് വർക്കിംഗ് ഡയറക്ടറി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ PWD യൂസ് ചെയ്യാൻ പറ്റും. അബ്സല്യൂട്ട് പാത്ത് ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം ദി റൂട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എപ്പോഴും റൂട്ട് ഡയറക്ടറി നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഷോ ദി കംപ്ലീറ്റ് റൂട്ട് ടു ദി ഫയൽ ഓർ ഫോൾഡർ. അതായത് ഒരു ഫയലിലേക്കുള്ള കംപ്ലീറ്റ് പാത്ത് നമുക്ക് തരും. അതായത് റൂട്ട് ഡയറക്ടറി നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ എക്സാമ്പിൾ ഹോം വിനായക് വിജി യൂട്യൂബ് C പ്രോഗ്രാം, ആദ്യക്ക് റൂട്ട് ഡയറക്ടറി, പിന്നെ ഹോം വിനായക് വിജി യൂട്യൂബ് C പ്രോഗ്രാം. റിലേറ്റീവ് പാത്ത് പറഞ്ഞാൽ സ്റ്റാർട്ട്സ് ഫ്രം യുവർ കറന്റ് ഡയറക്ടറി. അതായത് റിലേറ്റീവ് പാത്ത് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഏത് ഡയറക്ടറിലാണ് നിൽക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റിലേറ്റീവ് പാത്ത്. ആ ഡയറക്ടറിയിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിരിക്കും നമ്മൾ പാത്ത് എഴുതുക. ചേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ വേർ യു ആർ. നിങ്ങൾ നിൽക്കുന്ന അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സ്പെസിഫൈ ദി ലൊക്കേഷൻ വിത്ത് റെഫറൻസ് ടു ദി പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി. നമ്മുടെ കറന്റിൽ നിൽക്കുന്ന ഡയറക്ടറി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ആസ് ദി നെയിം സേസ് റിലേറ്റീവ് പാത്ത് വിൽ വേരി ഡിപ്പെൻഡിങ് ഓൺ യുവർ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി. റിലേറ്റീവ് മാറിക്കൊണ്ടിരിക്കും, അതാണ് അതിന്റെ അർത്ഥം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് യു ആർ ഇൻ ഹോം ഡയറക്ടറി, ഹോം വിനായക് വിജിലാണ് കിടക്കുന്നത് വിചാരിക്കുക. ഇവിടെ കണ്ട പോലെ ഹോം വിനായക് വിജിലാണ് കിടക്കുന്നത് വിചാരിക്കുക. അത് കിട്ടണമെങ്കിൽ CD റൂട്ട് ഡയറക്ടറിയിൽ പോയി ഹോമിൽ പോയി വിനായക് വിജിയിൽ പോയി ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി LS ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് കിട്ടും. PWD ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറന്റ് ഡയറക്ടറിയും കിട്ടും. ഇനി നമുക്ക് യൂട്യൂബിൽ C പ്രോഗ്രാംസ് കിട്ടണമെങ്കിൽ നമുക്ക് റിലേറ്റീവിൽ എങ്ങനെ കൊടുക്കാൻ പറ്റും? റിലേറ്റീവ് പാത്ത് എങ്ങനെ കൊടുക്കാൻ പറ്റും? CD യൂട്യൂബ് C പ്രോഗ്രാംസ്. ഇതാണ് റിലേറ്റീവ് പാത്ത്. CD യൂട്യൂബ് C പ്രോഗ്രാംസ്. റിലേറ്റീവ് പാത്ത് കണ്ട CD യൂട്യൂബ് C പ്രോഗ്രാം. ഹിയർ യൂട്യൂബ് ഈസ് എ റിലേറ്റീവ് പാത്ത് റിലേറ്റീവ് ടു യുവർ കറന്റ് ഫോൾഡർ. അതായത് കറന്റിൽ നമ്മൾ വിനായക് വിജി എന്ന ഡയറക്ടറിയിലാണ് കിടക്കുന്നത്. അപ്പൊ അതിലാദ്യം നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആക്കി. കണ്ട ഇപ്പൊ നമ്മൾ ഇതാണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഹോം വിനായക് വിജി യൂട്യൂബ് C പ്രോഗ്രാം. പക്ഷെ ഓൾറെഡി നമ്മൾ വിനായക് വിജി എന്ന ഫോൾഡറിൽ കൊടുക്കുന്നതുകൊണ്ട് ഇത്രയും പോർഷൻ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഈ /home/ വിനായക് വിജി എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി നമുക്ക് CD കഴിഞ്ഞിട്ട് യൂട്യൂബ് C പ്രോഗ്രാം എഴുതിയാൽ മതി. അല്ലെങ്കിൽ CD ഈ പോർഷൻസ് മൊത്തം എഴുതിയാലും വലിയ വ്യത്യാസം വരില്ല. ഈ CD കമാൻഡിൽ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോ CD കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ്, ഒരു സ്പേസ് വിടുക, 2 ഡോട്ട് ഇടുക. ടു മൂവ് ദി പ്രീവിയസ് വർക്കിംഗ് ഡയറക്ടറി. അതിന് പകരം 2 തവണ ചെയ്ത് കഴിഞ്ഞാൽ 2 ലെവല് പ്രീവിയസിലേക്ക് പോകും. 3 തവണ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 3 തവണ പ്രീവിയസിലേക്ക് പോകും. അതായത് പറഞ്ഞാൽ ഇപ്പൊ C പ്രോഗ്രാമിലാണ് കിടക്കുന്നത്. PWD ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം വിനായക് വിജി യൂട്യൂബ് C പ്രോഗ്രാം. എനിക്ക് 2 തവണ ഒരു തവണ പുറകോട്ട് പോയ യൂട്യൂബിലേക്ക് എത്തും. അതായത് CD സ്പേസ് കൊടുക്കുക, 2 ഡോട്ട് കൊടുക്കുക. ഇനി ഞാൻ PWD ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കിടക്കുന്നത് ഹോം വിനായക് വിജി യൂട്യൂബ്. കണ്ട C പ്രോഗ്രാം ഒന്ന് ഒരു ലെവലിലേക്ക് പോയി. ഇനി ഞാൻ CD വീണ്ടും C പ്രോഗ്രാം എടുക്കണമെങ്കിൽ C പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇനി PWD ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കിടക്കുന്നത് ഹോമില് വിനായക് വിജി യൂട്യൂബ് C പ്രോഗ്രാം. എനിക്ക് 2 തവണ 2 ഡയറക്ടറി പുറകോട്ട് പോകണം. അതായത് C പ്രോഗ്രാമിന് യൂട്യൂബിലേക്ക് പോകണം, യൂട്യൂബിന് വിനായക് വിജിക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ CD സ്പേസ് 2 ഡോട്ട് / 2 ഡോട്ട്. ഇപ്പൊ ഞാൻ 2 തവണ പുറകോട്ട് പോയിണ്ടാവും. വിനായക് വിജിയിലാവും കിടക്കുന്നുണ്ടാവുക. അതാ ഞാൻ ഈ സിമ്പിൾ കാണിക്കുന്നത്. അത് ചെക്ക് ചെയ്യണമെങ്കിൽ PWD ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹോം വിനായക് വിജിയിലേക്ക് എത്തി. ഇനി വീണ്ടും എനിക്ക് C പ്രോഗ്രാമിലേക്ക് പോകണമെങ്കിൽ CD വിനായക് വിജിയിൽ റിലേറ്റീവ് പാത്ത് വെച്ച് കൊടുക്കണമെങ്കിൽ യൂട്യൂബ്, അതിൽ C പ്രോഗ്രാം ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. പിന്നുള്ള ഓപ്ഷൻ ആണ് ജസ്റ്റ് CD ടൈപ്പ് ചെയ്താൽ ടു മൂവ് ടു ദി യൂസർ ഹോം ഡയറക്ടറി. യൂസർ ഹോം ഡയറക്ടറിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് CD ടൈപ്പ് ചെയ്യുക. അതായത് ഇപ്പൊ അവിടെ കിടക്കുന്നത് ഞാൻ PWD ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം വിനായക് വിജി യൂട്യൂബ് C പ്രോഗ്രാം. ഇതിന്റെ ഡയറക്ടറി നമ്മൾ ടെർമിനൽ ഓപ്പൺ ആക്കുമ്പോഴാണ് ഡയറക്ടറിയില് യൂസർ ഡയറക്ടറി. അതിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് CD ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ മതി. ഈ PWD ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഹോം വിനായക് വിജി. നമ്മൾ എവിടെ നിൽക്കണമെങ്കിലും ഒരു കുഴപ്പമില്ല. CD ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റും. അതായത് ഞാനിപ്പോ CD യൂട്യൂബ് ടൈപ്പ് ചെയ്തു, ഞാൻ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പൊ PWD ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഹോം വിനായക് വിജി യൂട്യൂബിലാണ് കിടക്കുന്നത്. ഇനി വീണ്ടും ഞാൻ ജസ്റ്റ് CD ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എൻ്റർ അടിച്ചു കൊടുത്താൽ PWD വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം വിനായക് വിജിയിലേക്ക് എത്തും. ഞാൻ CD യൂട്യൂബ് ടൈപ്പ് ചെയ്തു, അതിനുശേഷം C പ്രോഗ്രാംസ് ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. PWD ടൈപ്പ് ചെയ്തപ്പോ എവിടേക്കുള്ളത് ഹോം വിനായക് വിജി യൂട്യൂബ് C പ്രോഗ്രാം. അതിന് മുന്നേ ഉണ്ടായിരുന്നത് ഹോം വിനായക് വിജിയിലാണ്. എനിക്ക് തൊട്ട് മുന്നത്തെ പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ CD ഹൈഫൺ അടിച്ചു കൊടുത്താൽ മതി. CD ഒരു സ്പേസ്, ആ ഹൈഫന്റെ ചെറിയ ഹൈഫൺ ടൈപ്പ് ചെയ്താൽ വീണ്ടും ഹോം വിനായക് വിജിക്ക് എത്തി. വീണ്ടും CD ഹൈഫൺ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വീണ്ടും ഹോം വിനായക് യൂട്യൂബ് C പ്രോഗ്രാം. അതായത് ഉൾട്ട തൊട്ട് പുറകത്തെ ഡയറക്ടറിക്ക് പോവുക, വീണ്ടും തൊട്ട് പുറകത്തെ ഡയറക്ടറി, അങ്ങനെ ചാടി വിളിക്കുക. തൊട്ട് പ്രീവിയസ് നമ്മൾ ഏതാണ് പോയത്, അതായത് മുന്നോട്ടും താഴോട്ടൊക്കെ പോകാൻ പറ്റും.
ഇനിയിപ്പോ വേറെ ഡയറക്ടറിക്ക് പോയി വിചാരിക്കുക, CD ഹോമിലേക്ക് പോയി നിൽക്കുക, ഹോം ഡയറക്ടറിക്ക് പോയി നിൽക്കുക. ഞാൻ PWD വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ഡയറക്ടറിയിലാണ് എടുക്കുന്നത്. പക്ഷെ അതിന് മുന്നേ നമ്മൾ ഏത് ഡയറക്ടറിൽ ഉണ്ടായിരുന്നു? C പ്രോഗ്രാമിംഗ് ഡയറക്റ്റ് നമ്മൾ ഹോമിലേക്ക് ചാടി ചെയ്തത്. അപ്പൊ ഡയറക്റ്റ് എനിക്ക് C പ്രോഗ്രാമിലേക്ക് എത്തണമെങ്കിൽ ജസ്റ്റ് CD ഹൈഫൺ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടാ, വീണ്ടും നമ്മൾ ആ ഡയറക്ടറിക്ക് തന്നെ എത്തി. ഹോം, വിനായക് PG, യൂട്യൂബ്, C പ്രോഗ്രാം. അതിനാണ് CD ഹൈഫൺ യൂസ് ചെയ്യുക. പിന്നെ CD ഫോർവേഡ് സ്ലാഷ് ഡയറക്ട്ലി റൂട്ട് ഡയറക്ടറിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് CD ഫോർവേഡ് സ്ലാഷ്. പിന്നെ CD ഈ ഒരു സിമ്പിൾ കൊടുത്താൽ നമ്മൾ യൂസർ ഹോം ഡയറക്ടറിലേക്ക് പോകാൻ പറ്റും. പിന്നെ ഇതിന് പകരം നമുക്ക് എത്ര വേണം കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോ പ്രീവിയസിലേക്ക് പോവാണെങ്കിൽ CD സ്പേസ് 2 ഡോട്ട് ഫോർവേഡ് സ്ലാഷ് 2 ഡോട്ട് ഇതും യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമുക്ക് CD കമാൻഡിൽ പഠിക്കാനുള്ളത്. പിന്നെ 2 പാത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. 2 പാത്ത് എന്നുള്ളത് നമുക്ക് CD മാത്രമല്ല LS കമാൻഡിന് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ CD ജസ്റ്റ് ടൈപ്പ് കൊടുത്തു, PWD ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഹോമില് വിനായക് PG-ലാണ് കൊടുക്കുന്നത്. എനിക്കിപ്പോ ജസ്റ്റ് LS ടൈപ്പ് ചെയ്തിരിക്കുക, ഹോമില് വിനായക് PG-ൽ LS ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എന്താ കിട്ടുക? ജസ്റ്റ് LS ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വിനായക് PG-ലുള്ള ഫയൽസ് കിട്ടും. ഇനി LS-ന് പകരം LS ടൈപ്പ് ചെയ്തതിനു ശേഷം പാത്ത് ടൈപ്പ് ചെയ്തിരിക്കുക. പാത്ത് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് 2 തരത്തിൽ കൊടുക്കാൻ പറ്റും. ആദ്യം ഞാൻ റൂട്ടിൽ നിന്ന് ഹോമിലേക്ക് പോയി, ഹോമിൽ നിന്ന് വിനായക് PG-ലേക്ക് പോയി, അതിനുശേഷം യൂട്യൂബിലേക്ക് പോയി. ഇനി ഞാൻ ജസ്റ്റ് എൻ്റർ അടിക്കുകയാണെങ്കിൽ എന്താ കിട്ടുക? യൂട്യൂബ് എന്ന ഫോൾഡർ ഫയലിൽ എന്തൊക്കെയുള്ളത്? C++ പ്രോഗ്രാം, C പ്രോഗ്രാം, പൈത്തൺ. അപ്പൊ കണ്ട, ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് അബ്സല്യൂട്ട് പാത്ത്. ഇനി ജസ്റ്റ് PWD ടൈപ്പ് ചെയ്തു. PWD ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പോഴും ഞാൻ ആ ഡയറക്ടറിയിലാണ്, ഡയറക്ടറി ചേഞ്ച് ചെയ്തിട്ടില്ല. അതായത് LS കമാൻഡ് ചെയ്യുമ്പോൾ ഡയറക്ടറി ചേഞ്ച് ആവില്ല. ഡയറക്ടറി ചേഞ്ച് ചെയ്യണമെങ്കിൽ CD തന്നെ യൂസ് ചെയ്യണം. ഇനി ഞാൻ LS ടൈപ്പ് കമാൻഡ് യൂസ് ചെയ്തിട്ട് എനിക്ക് യൂട്യൂബിന്റെ അകത്ത് C പ്രോഗ്രാം ഇല്ലേ, C പ്രോഗ്രാമിന്റെ അകത്ത് എന്താണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഓൾറെഡി വിനായക് PG-ലുള്ളത്. അപ്പൊ എനിക്ക് ഇങ്ങനെ തന്നെ അബ്സല്യൂട്ട് പാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വിനായക് PG-ൽ ആദ്യം യൂട്യൂബ് ഓപ്പൺ ആക്കുക. ഇതാണ് റിലേറ്റീവ് പാത്ത് മെത്തേഡ്. യൂട്യൂബ് ഓപ്പൺ ആക്കിയതിനു ശേഷം C പ്രോഗ്രാം ഓപ്പൺ ആക്കുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ C പ്രോഗ്രാമിന്റെ അകത്ത് എന്തൊക്കെയുള്ളത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെയുള്ളത്. ആകെ പ്രോഗ്രാം .c മാത്രമല്ല. LS കമന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആർഗ്യുമെന്റ് കൊടുക്കുമ്പോഴും നമുക്ക് റിലേറ്റീവ് പാത്തും, ഇത് റിലേറ്റീവ് പാത്ത്, ഇത് അബ്സല്യൂട്ട് പാത്ത്. അബ്സല്യൂട്ട് പാത്ത് എപ്പോഴും റൂട്ട് ഡയറക്ടറിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ LS കമന്റിന്റെ ഒപ്പം നമുക്ക് ഇതേപോലെ കൊടുക്കാൻ പറ്റും. എപ്പോ പാത്ത് കൊടുക്കുമെന്ന് ചിന്തിക്കുക. റൂട്ട് ഡയറക്ടറിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് ആദ്യം നമ്മൾ PWD വെച്ചിട്ട് ചെക്ക് ചെയ്യുക ഏത് ഡയറക്ടറിയിലാണ് നമ്മളിപ്പോൾ ഓൾറെഡി നിൽക്കുന്നത്. അതിന്റെ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പാത്ത് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നവരാണ് റിലേറ്റീവ് പാത്ത്. അപ്പൊ റിലേറ്റീവ് പാത്ത് നമ്മളിപ്പോ നിൽക്കുന്ന ഡയറക്ടറിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നിൽക്കുന്ന ഡയറക്ടറി നമുക്ക് ഏതാണ് മനസ്സിലാവണമെങ്കിൽ PWD ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി.